നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. കണിയാമ്പറ്റ സ്വദേശി അർഷിദും 3 സുഹൃത്തുക്കളുമാണ് ക്രൂരത നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. കർശന നടപടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. അർഷിദ് ഉൾപ്പെടെയുള്ള 4 പ്രതികളും കണിയമ്പറ്റ സ്വദേശികളാണെന്ന് പോലീസ് പറയുന്നു. വാർത്ത പുറത്തു വരുന്നതുവരെ വീട്ടിലുണ്ടായിരുന്ന പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയി. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് വയനാട് എസ്.പിയുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് അന്വേഷണം. പ്രതികൾ ഉപയോഗിച്ച കാർ കണിയമ്പറ്റയിൽ നിന്നും പോലീസ് കണ്ടെത്തി. 1-ാം പ്രതി അർഷിദിന്റെ ബന്ധു കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റേതാണ് KL 52H8733 എന്ന വാഹനം. പരിക്കേറ്റ് മാനന്തവാടിയിലെ ആശുപത്രിയിൽ കഴിയുന്ന മാതന്റെ കൈകാലുകൾക്കും നട്ടെല്ലിനും ഗുരുതര പരിക്കുണ്ട്. വലിച്ചോണ്ട് പോയപ്പോൾ ഇവിടുത്തെ തൊലിയെല്ലാം കൂടി പോയി, കാലിൻ്റെ ഉപ്പിറ്റി രണ്ടുമില്ല, അതെല്ലാം കൂടി മുറിച്ച് കളഞ്ഞു. പിന്നെ കൈ ഡോറിൽ കൂടി കൈയും പോയി, ഒക്കെ പറഞ്ഞു അല്ലേ. ഇവിടെ ഒന്നും ഇട്ടുമില്ല. അടിയന്തര നടപടി സ്വീകരിക്കാൻ വയനാട് MP പ്രിയങ്ക ഗാന്ധി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വയനാട് എസ്.പിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് കൂടൽക്കടവിലായിരുന്നു സംഭവം. രാഹുൽ സുരേഷ്, 24 വയനാട്. വയനാട്ടിൽ ആദിവാസി യുവാവിന് നേരെയുണ്ടായ ആക്രമണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന് K രാധാകൃഷ്ണൻ MP. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് T സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. ആദിവാസികളോടുള്ള കേരളത്തിന്റെ സമീപനം മാറണം എന്നായിരുന്നു CK ജാനുവിന്റെ പ്രതികരണം. സംഭവത്തിൽ പോലീസ് കർശന നടപടിയെടുക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഈ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ആളുകൾ സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാനാണ്. അതിനിടയിൽ അമിതമായിട്ടുള്ള മദ്യപാനവും ഒക്കെ തന്നെ തർക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ശരിയായ നിലപാടല്ല. പൈസയുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്വാധീനമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തും കാണിക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ പാടില്ല. നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഇടപെട്ടതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവനോട് കാണിച്ച ഒരു വലിയ രീതിയിലുള്ള ധിക്കാരവും മനുഷ്യാവകാശ ലംഘനവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള പെരുമാറ്റമുണ്ട്. ഈ ക്രിമിനലുകളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, നിയമത്തിൻ്റെ മുമ്പിൽ കൃത്യമായി കൊണ്ടുവരിക മാത്രമല്ല, അവരെ പാഠം പഠിക്കുകയാണ്. Police has taken some action. So if they have been identified, how is it possible that action will not be taken? Action will be taken. ഇവരെ അങ്ങനെയുള്ള ഒരു മാടമ്പി ഭീകരത ക്രിമിനൽ സെറ്റുകളെ ഈ വികാരമായിട്ട് സമൂഹത്തിൽ നടക്കാൻ പോലും അനുവദിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരൊക്കെ എത്രയും പെട്ടെന്ന് തുറുങ്കിലടച്ച് ജാമ്യമില്ലാ വകുപ്പ് ആക്കി അവർ ആജീവനാന്തം ജയിലിൽ തന്നെ ഇടണം. അവർ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും അപമാനമായിട്ടുള്ള ഒരു ജീവികളായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും. അന്വേഷണത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് 6 അംഗ സമിതിയെ നിയോഗിച്ചു. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പരീക്ഷാ നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. 1 മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മീനാംബിക, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ഷിബു, പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ, ഹയർ സെക്കൻഡറി അക്കാദമി വിഭാഗം ജോയിന്റ് ഡയറക്ടർ ഷാജിദ, ഡെപ്യൂട്ടി ഡയറക്ടർ QIP ധന്യ എന്നിവരാണ് സമിതി അംഗങ്ങൾ. MS സൊല്യൂഷൻസ് മര്യാദയുടെ സകല അതിരുകളും ലംഘിച്ചെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതിൽ സർക്കാർ തലത്തിൽ ഭിന്നത. സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായം. വിഷയത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. 12 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പത്തനംതിട്ട മണിയാറിലെ ജലവൈദ്യുത പദ്ധതിയാണ് മന്ത്രിസഭയിൽ തന്നെ തർക്കവിഷയമായിരിക്കുന്നത്. 1994 BOT വ്യവസ്ഥയിൽ പദ്ധതി നടത്തിപ്പിന് കാർബൺ കമ്പനിയുമായി ഉണ്ടാക്കിയ 30 കൊല്ലത്തെ കരാർ ഡിസംബർ 31 അവസാനിക്കുകയാണ്. കരാർ കാർബൺ കമ്പനിക്ക് തന്നെ പുതുക്കി നൽകണമെന്നാണ് വ്യവസായ വകുപ്പിൻ്റെ ആവശ്യം. വ്യവസായ മന്ത്രിയുടെ നിയോജക മണ്ഡലമായ കളമശ്ശേരിയിലടക്കം കാർബൺ കമ്പനിക്ക് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഇത് കണക്കിലെടുത്താണ് കരാർ പുതുക്കലിന് വേണ്ടി വ്യവസായ വകുപ്പ് വാദിക്കുന്നത്. എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വൈദ്യുതി വകുപ്പിൻ്റെ ആവശ്യം. വൈദ്യുതി വകുപ്പിൻ്റെ നിലപാട് പറഞ്ഞല്ലോ, കാലാവധി കഴിഞ്ഞാൽ
ഇപ്പോൾ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യവസായിക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ വ്യവസായം വരുന്നതിന് ഒരു ദോഷം വരുമോ എന്നുള്ളതാണ് ഇൻഡസ്ട്രീസിൻ്റെ അഭിപ്രായം. ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. കാർബൺ കരാർ പുതുക്കുന്നതിൽ വൻ അഴിമതിയുണ്ടെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. കരാർ പുതുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മണിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രിയുടെ നിലപാട് തികച്ചും അപഹാസ്യമാണ്. BOT പദ്ധതി 30 വർഷത്തേക്കാണ്. ആ പദ്ധതിയുടെ കാലാവധി ഡിസംബർ 30 കഴിയുകയാണ്. വീണ്ടും 25 വർഷം കൂടി നീട്ടി നൽകണമെന്ന് പറയുന്നത് കൊള്ളയാണ്, അഴിമതിയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. വകുപ്പുകൾക്കിടയിലെ തർക്കവിഷയമായി മാറിയ സാഹചര്യത്തിൽ മണിയാർ പദ്ധതിയുടെ കരാർ പുതുക്കുന്നതിൽ മുഖ്യമന്ത്രി ഇടപെടും. കരാർ പുതുക്കാത്ത പക്ഷം വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് കാർബൺ ഭീഷണി. 24 തിരുവനന്തപുരം. അപകട മരണങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന നടത്തും. സംയുക്ത പരിശോധനയുടെ ആദ്യഘട്ടം സ്ഥിരം അപകട മേഖലകളിലായിരിക്കും. എല്ലാ ജില്ലകളിലും പരിശോധന നടത്തി റോഡ് ട്രാഫിക്കിലും രൂപഘടനയിലും മാറ്റങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. കാൽനട യാത്രക്കാർക്ക് ബോധവൽക്കരണം നടത്താനും ആലോചനയുണ്ട്. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധനയ്ക്ക് ഇറങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. ആദ്യഘട്ടത്തിൽ സ്ഥിരം അപകട മേഖലകളിൽ പരിശോധന നടത്തും. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അമിതഭാരം കയറ്റൽ, അശ്രദ്ധമായി വാഹനമോടിക്കൽ, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്തത് തുടങ്ങിയ നിയമലംഘനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും. റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തും. റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. സ്പീഡ് റാഡറുകൾ, ആൽക്കോമീറ്ററുകൾ എന്നിവയുമായി എല്ലാ ഹൈവേ പോലീസ് വാഹനങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കും. എല്ലാ സംസ്ഥാന പാതകളിലും ചെറു റോഡുകളിലും AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ തയ്യാറാക്കാൻ ട്രാഫിക് ഐജിക്ക് നിർദ്ദേശം നൽകി. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോധവൽക്കരണം നടത്തും. ഈ ചെല്ലാനുകൾ അടയ്ക്കാനായി എല്ലാ ജില്ലകളിലും പ്രത്യേക അദാലത്തുകൾ നടത്തും. പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ അപകടങ്ങൾ കുറയ്ക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പ്രതീക്ഷ. ഇരു വകുപ്പുകളും തുടർച്ചയായി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തും. 24 തിരുവനന്തപുരം. വനനിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. ഭേദഗതി നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്ത് മലയോര കർഷക സംഘടനകളും ക്രൈസ്തവ സഭകളും പ്രതിപക്ഷവും രംഗത്തെത്തി. വനംവകുപ്പിന്റേത് ഉത്തര കൊറിയൻ രീതിയിലുള്ള കിരാത നിയമമാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വിമർശിച്ചു. ചർച്ചകൾക്ക് ശേഷം മാത്രമേ ബിൽ പാസാക്കൂ എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. 1961 വനനിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കമാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. പിഴത്തുക കൂട്ടുകയും വനത്തിൽ പ്രവേശിക്കുന്ന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന കരട് ബില്ലിലെ വ്യവസ്ഥകളാണ് കർഷകരുടെയും ക്രൈസ്തവ സഭകളുടെയും വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തിരിക്കുന്നത്. ഈ കാട്ടാള നിയമം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം. അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം. നിയമഭേദഗതിക്കെതിരെ പ്രതിപക്ഷ MLA-മാരും രംഗത്ത് വന്നു. ഈ വനയോര മേഖലയിലെ ആളുകളെ കുടിയിറക്കാനുള്ള ഒരു അലിഖിതമായ ഒരു പദ്ധതി നടപ്പിലാക്കുവാനോ സംശയമുണ്ട്. ഭേദഗതി ബില്ലിൽ പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. ഇത് കരട് വിജ്ഞാപനമാണ്. സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഭേദഗതികളോടുകൂടിയാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുക. മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ല് നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ വെച്ച് പാസാക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. 24 തിരുവനന്തപുരം. വ്യായാമ കൂട്ടായ്മ MEC7 വിവാദത്തിൽ നിലപാട് ആവർത്തിച്ച് സമസ്ത AP വിഭാഗം. പരിശോധിക്കേണ്ട വിഷയമാണെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി. വ്യായാമം മറയാക്കി സുന്നികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പണ്ഡിതർ പരിശോധിച്ച് മറുപടി പറയുമെന്ന് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി 24നോട് പറഞ്ഞു. സമസ്തയും അതിൻ്റെ കീഴടകങ്ങളും ഇങ്ങനെ ഒരു പ്രത്യേക ഹെൽത്ത് ക്ലബിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ചില സ്ഥലങ്ങളിൽ നവീനവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളരി, കരാട്ടെ പോലുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ അതിൽ സുന്നികളെയും കൂടെ ചേർത്തുകൊണ്ട് നടത്തുകയും അതിൻ്റെ മറവിൽ ആശയപ്രചരണം നടക്കുന്നുണ്ട്. അത്തരം ചതികളിൽ പെട്ടുപോകരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാർ ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ സ്ത്രീകളുടെ
അംഗലാവണ്യങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പുറത്തുവിടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും പ്രത്യേക ക്ലബിനെ കുറിച്ച് പഠിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. തൃശ്ശൂരിൽ വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്ന് 2 വയസ്സുകാരനെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിത ഇടപെടൽ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ബിജോയുടെ വീട്ടിലാണ് സംഭവം. 2 ദിവസം മുൻപ് നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, വലിയൊരു അപകടമായി മാറിയേനെ, പക്ഷേ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അപ്പോൾ തന്നെ ഇടപെടുന്നു. ആ ഗേറ്റ് താങ്ങിപ്പിടിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അനുജ, തീർച്ചയായും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന. അമ്മയുടെ സമയോചിത ഇടപെടലാണ് ആ കുഞ്ഞിനെ ഈ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുന്നതിലേക്ക് നയിച്ചതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ 2 ദിവസം മുൻപ് നടന്ന സംഭവമാണ്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം താമസിക്കുന്ന ബിജോയുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബിജോയുടെ ഭാര്യയും അതുപോലെ തന്നെ 2 വയസ്സുകാരനായ മകൻ കെയ്ൻസനും ഈ ഗേറ്റിന് സമീപം നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ ഗ്രീഷ്മക്കൊപ്പം മുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് ഇവർ ഈ ഗേറ്റ് സ്ലൈഡ് ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മ തന്നെ ഗേറ്റ് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഈ റെയിൽ പാളത്തിൽ നിന്ന് ഗേറ്റ് തെന്നി മാറിയ ശേഷം അത് മറിയുകയായിരുന്നു. പക്ഷേ ഇത് ഇവരുടെ ശ്രദ്ധയിൽ ആദ്യം പെട്ടില്ല. തൊട്ടു പിന്നാലെ ഗേറ്റ് കുട്ടിയുടെ മുകളിലേക്ക് വീഴാൻ പോകുന്ന സമയത്താണ് ഈ അമ്മ തന്നെ ഈ ഗേറ്റ് താങ്ങിപ്പിടിച്ച് നിർത്തുന്നത്. പിന്നീട് അവരെ കൊണ്ട് ഏറെ നേരം അത് താങ്ങിപ്പിടിച്ച് നിൽക്കാനും സാധിച്ചില്ല. സഹായത്തുണ്ടായിരുന്ന ബന്ധുവിനെ വിളിച്ചു വരുത്തിയാണ് പിന്നീട് ഈ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുന്നത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം ഉള്ളത്. ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്ന അനുജ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്താസന്ധിയിലേക്ക്. വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത. മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ UDF പ്രതിഷേധിക്കുന്നു. ആദിവാസി വയോധികയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് ശ്മശാനത്തിൽ എത്തിക്കാൻ ആംബുലൻസ് നൽകിയില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണ് മൃതദേഹം ഓട്ടോറിക്ഷയിൽ ആണെത്തിച്ചത്. ഇത് എടവക പഞ്ചായത്തിലെ വീട്ടിച്ചാലിലെ സംഭവമാണ്. ഒരു ആദിവാസി അമ്മച്ചി മരിച്ചിട്ട് ആംബുലൻസ് സമയത്തിന് കിട്ടാതെ വരാതെ ഓട്ടോയിൽ കൊണ്ടുവരുന്ന ഒരു ഗതികേടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേണ്ടോ? ഓക്കെ അത് നീക്കും. പോട്ടെ. ഈ വിഷയത്തിൽ ഇപ്പോൾ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഈ 2 ആംബുലൻസ് മാത്രം വെച്ചിട്ടേ ഇത്രയും വലിയ ആദിവാസി വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഓടി എത്താൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ നിലവിലുള്ള നമ്മളുടെ 2 ആംബുലൻസുകൾ ഉപയോഗിച്ചിട്ട് കോഴിക്കോട് എന്നുള്ള മറ്റു ഭാഗത്തു നിന്നൊക്കെയുള്ള സ്ഥിരം കോഴിക്കോട്ടേക്ക് പോകേണ്ട രോഗികളുണ്ട്. അവരെ കോഴിക്കോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ 2 ആംബുലൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. മറ്റ് ഭാഗത്തുനിന്ന് ജീപ്പ് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടവരാണെങ്കിൽ അവർ ജീപ്പ് വിളിച്ചിട്ടോ അതല്ലെങ്കിൽ അതിന് പറ്റുന്ന വാഹനങ്ങൾ വിളിച്ചിട്ട് അവർ വരുന്നുണ്ട്. അവരുടെ അങ്ങനെയുള്ള കോളനിയിൽ നിന്ന് നേരിട്ട് അവർ വിളിച്ചു വരുന്ന വാഹനങ്ങളുടെ ഫണ്ട് നമ്മൾ മാറിക്കൊടുക്കുന്നുണ്ട്. ആംബുലൻസുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ICU ആംബുലൻസ് നമുക്ക് ബത്തേരി ഒന്നേ ഉള്ളൂ. ആ ഒരു ICU ആംബുലൻസ് നമ്മൾ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഡ്രൈവർ നമ്മളെ വിളിച്ച് ആവശ്യപ്പെടും ഒരു വാഹനം ഏർപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ അതനുസരിച്ച് വാഹനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വേറെ ഇവിടെ പക്ഷേ അതിന് കഴിഞ്ഞില്ല. പ്രൊമോട്ടർ കൃത്യമായി അറിയിച്ചിരുന്നോ നിങ്ങൾ? കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ അറിയിച്ചില്ല. ആദിവാസി വയോധികയുടെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ആംബുലൻസ് വിട്ടു നൽകിയില്ല എന്നുള്ളതിലാണ് UDFന്റെ പ്രതിഷേധം. ഇപ്പോൾ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. പ്രൊമോട്ടർക്ക് ഇവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട്. 2 ആംബുലൻസാണ് ആകെയുള്ളത്. അത് കോഴിക്കോട്ടായിരുന്നു. 2ഉം ലഭ്യമല്ലായിരുന്നു എന്നുള്ളതാണ്. പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. സീസണിൽ ക്ലബ്ബ് ദയനീയ പ്രകടനം തുടരുന്നതിനിടെയാണ് നടപടി. സഹപരിശീലകരെയും പുറത്താക്കിയിട്ടുണ്ട്. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. തുടർത്തോൽവികൾ, ആരാധക പ്രതിഷേധം, മുഖം കാക്കാൻ മിഖായൽ സ്റ്റാറയ്ക്ക് മാർച്ചിംഗ് ഓർഡറുമായി
കേരള ബ്ലാസ്റ്റേഴ്സ്. ISLൽ 12 കളിയിൽ 7 തോറ്റ നാണക്കേടിന്റെ പരകോടിയിൽ നിൽക്കുകയാണ് ക്ലബിന്റെ കടുത്ത തീരുമാനം. സഹപരിശീലകരായ ബിയോൺ വെസ്ട്രോം, ഫെഡറിക്കോ പെരേര മൊറൈസ് എന്നിവരെയും പുറത്താക്കി. ഇവാൻ വുക്കോമനോവിച്ചിന് പകരക്കാരനായാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ സ്വീഡിഷുകാരനായ മിക്കായേൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. ISLൽ പരിശീലകനാകുന്ന ആദ്യ സ്വീഡിഷുകാരനെന്ന പകിട്ടോടെ. ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായെങ്കിലും ആക്രമണ ഫുട്ബോളിന്റെ പേരിൽ തുടക്കത്തിൽ സ്റ്റാറെ കയ്യടി നേടി. എന്നാൽ ISLൽ അടിമുടി പിഴച്ചു. പല തോൽവികൾക്കും പരുക്കുകളെയും വ്യക്തിഗത പിഴവുകളെയും പഴിക്കാമെങ്കിലും പ്ലാൻ ബികൾ ഇല്ലാത്തതിൽ സ്റ്റാറയും കുറ്റക്കാരനാണ്. തുടർ തോൽവികൾക്ക് പിന്നാലെ ടിക്കറ്റ് വിൽപ്പനയിൽ സഹായിക്കില്ലെന്നും ഗ്രൗണ്ടിൽ പ്രതിഷേധങ്ങളുണ്ടാകുമെന്നും ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് അല്പമെങ്കിലും തടയിടാനാണ് സ്റ്റാറയെ പുറത്താക്കിയുള്ള മാനേജ്മെന്റിന്റെ ഇരുട്ടിലെ ഓട്ടയടക്കൽ പദ്ധതി. പുതിയ പരിശീലകനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അതുവരെ റിസർവ് ടീം പരിശീലകൻ തോമസ് ടൂഷ്, സഹപരിശീലകൻ TG പുരുഷോത്തമൻ എന്നിവർക്കായിരിക്കും ക്ലബിന്റെ ചുമതലയെന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്കേർപ്പെടുത്തിയ സർക്യുലർ. തിരുവനന്തപുരം മംഗലപുരം ബിഷപ്പ് പെരേര മെമ്മോറിയൽ സ്കൂളിലെ വാർഷികാഘോഷ പരിപാടിയിലാണ് വിലക്ക്. സർക്കുലർ സ്കൂൾ സ്വന്തം നിലക്കിറക്കിയതാകാം എന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. ബുധനാഴ്ച വൈകിട്ടാണ് സ്കൂളിന്റെ 46ാം വാർഷികാഘോഷ ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടകൻ. ചടങ്ങിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സർക്കുലറിലാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നവർ കറുത്ത വസ്ത്രം ധരിക്കരുതെന്ന് നിർദ്ദേശമുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് കറുത്ത വസ്ത്രം ഒഴിവാക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നില്ല. സംഭവം വിവാദമായതോടെ ഗവർണർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. ഇത്തരത്തിൽ ഒരു നിർദ്ദേശം സ്കൂളിൽ നൽകിയിട്ടില്ലെന്നാണ് രാജ്ഭവനും വിശദീകരിക്കുന്നത്. സർക്കുലർ സ്കൂൾ സ്വന്തം നിലയിൽ ഇറക്കിയതാകാം. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതായും രാജ്ഭവൻ അറിയിച്ചു. വിവാദത്തിൽ ഇതുവരെ സ്കൂൾ അധികൃതർ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. എരുമേലിയിൽ നിന്ന് പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് ഇനി ക്യൂ നിൽക്കാതെ ദർശനം നടത്താം. തീർത്ഥാടകർ ദേവസ്വം മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. തീരുമാനം ഉടൻ നടപ്പാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഒരു വിയോഗ വാർത്തയിലേക്ക്. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PP മാധവൻ അന്തരിച്ചു. ഡൽഹി എയിംസിലായിരുന്നു അന്ത്യം. മൃതദേഹം ഇന്ന് ജന്മനാടായി തൃശൂരിൽ എത്തിക്കും. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി തൃശൂരിലെത്തും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.